ശബരിമലയിൽ ഇന്നും വൻ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ഇതുവരെ 20,000 പേരിലധികം 18-ാം പടി ചവിട്ടിക്കഴിഞ്ഞു. സന്നിധാനത്ത് തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. എങ്കിലും പാതകളിൽ തീർത്ഥാടകരുടെ നിര നീളുന്നു. ഇന്ന് ഉച്ചയോടെ തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തും. ശ്യാം സുന്ദറുണ്ട്. ശ്യാം, ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണോ അവിടെ അനുഭവപ്പെടുന്നത്? അതെ അതെ, ഇപ്പോൾ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും അതിന്റെ ഫലമായി തന്നെ താഴെ, അതായത് വഴികളിൽ സന്നിധാനം മുതൽ പമ്പ വരെയുള്ള നിയന്ത്രണം കൂട്ടിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് തന്നെ നിയന്ത്രിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പോൾ തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റി വിടുന്നത്. നീലിമലയിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ചരംകുത്തി വരെയാണ് ഇപ്പോൾ പോലീസിന്റെ നിയന്ത്രണം പോകുന്നത്. അതിൽ കൂടുതൽ നാളെയുള്ള മണ്ഡല പൂജയ്ക്ക് അനുബന്ധിച്ച് ആലുള്ള മണ്ഡല പൂജയിൽ ദർശിക്കാനായി എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് ഇന്നു മുതൽ കണ്ടുവരും. ഇന്നലെ രാത്രി മുതൽ ഇന്നത്തെ ദീപാരാധന ദർശിക്കാനായി എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ നിയന്ത്രണം കൂട്ടിയിരുന്നു. അതുപോലെ നാളെ വരാനിരിക്കുന്ന ഭക്തജനങ്ങളുടെ തിരക്കും ഇന്നോട്ട് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഉച്ച 1 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തീർത്ഥാടകരെ മല കയറ്റി വിടുന്ന വലിയ നിയന്ത്രണം ഉണ്ടാകും. അപ്പോൾ തിങ്ങി നിറയുന്ന തീർത്ഥാടകരെ മാനേജ് ചെയ്യുക എന്നത്, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഒരു വലിയൊരു വെല്ലുവിളിയായി മുന്നോട്ട് ശ്യാം, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിവിധ സ്ഥലങ്ങളിൽ അയ്യപ്പ ഭക്തരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും മറ്റും നടന്നിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും തുടരുന്നുണ്ടോ? ഇന്നങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെ വൈകിട്ടത്തോടെ തന്നെ നിയന്ത്രണങ്ങൾ ചെറിയ തോതിൽ എടുത്തു മാറ്റിയിരുന്നു. അതിനാൽ തന്നെ പ്രതിഷേധങ്ങളൊന്നും ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ രാത്രി വൈകിയതിനു ശേഷം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരുന്നു. അപ്പോൾ മണിക്കൂറുകൾ 1-2 മണിക്കൂറുകൾ ഇടവിട്ട് മാത്രമേ തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് രാത്രി നട അടച്ചതിന് ശേഷം വലിയ തിക്കും തിരക്കും നീലിമലയിലും മറ്റു പ്രദേശങ്ങളിലും തിക്കും തിരക്കും അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ പ്രതിഷേധമൊന്നും ഉണ്ടായില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ട് ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നിരുന്നത് രാത്രി. ഇന്ന് രാവിലെ മുതൽ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും മറ്റു പാതകളിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ കാനന പാത വഴി വരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അതും നിയന്ത്രിക്കുക എന്നതും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം അത് അനിയന്ത്രിതമായി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പമ്പയിൽ നിന്നും കയറ്റിവിടുന്ന ഭക്തജനങ്ങളുടെ കാത്തിരിക്കുന്ന ദൈർഘ്യം കൂടേണ്ടി വരും. അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ തിരക്കും കൂടെ കണക്കിലെടുത്തുകൊണ്ട് കാനനപാത വഴി വരുന്ന തീർത്ഥാടകരെയും നിയന്ത്രിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. ശരി ശ്യാം.